ഇപ്പോൾ അവിടെ പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്? അതുപോലെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവരൊക്കെ എത്തിയിട്ടുണ്ടോ? അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ് ദിൽഷ? സ്മിത പറഞ്ഞതുപോലെ തന്നെ അതീവ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നത് 7ഓളം തൊഴിലാളികൾ ഈ അപകടം നടക്കുന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഈ 5ഓളം പേരാണ് ഈ അപകടത്തിൽ ഈ ഇടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ പെട്ടുപോയത്. 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ഇപ്പോൾ ഒരാൾക്ക് അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. മറ്റൊരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റി. ദിൽഷ തിലകനാണ് ബീച്ച് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നിഖിൽ പ്രമേഷും വലിയങ്ങാടി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് മേയർ ഒ സദാശിവത്തിന്റെ പ്രതികരണം എത്തുന്നുണ്ട്, അതിലേക്ക്. അപ്പോൾ എന്താണെന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഒരാൾക്കും ഇനി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനം എൻ്റെ അറിവിലില്ല. ഞാൻ പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ആ പീസിൽ എന്ത് നടപടിക്രമങ്ങൾ നീങ്ങി എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ. ഈ അപകടത്തെക്കുറിച്ചുള്ള മേയറുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഇനി ആരെയും പ്രവേശിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നിലവിൽ വ്യാപാരികളോട് അവിടെ നിന്ന് ഒഴിയാൻ പറഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് അങ്ങനെ അറിയില്ല, അങ്ങനെ ഉണ്ടായതായി അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇത്രയും കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. സ്ലാബ് തകർന്ന് വീഴുക എന്നൊക്കെ പറഞ്ഞാൽ അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള നടപടികൾ കൃത്യമായി കർശനമായ നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. ഇതിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത് അതിൽ അന്വേഷണം ഉണ്ടാകണം, കർശന നടപടികൾ ഉണ്ടാകണം. ഓരോ ജീവനും ഏറെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ 2 കയറ്റിറക്ക തൊഴിലാളികളാണ്, അവർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. നിഖിൽ പ്രമേഷും ദിൽഷ തിലകനുമാണ് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ദിൽഷ, ഇപ്പോൾ കേൾക്കാമെങ്കിൽ ഇപ്പം മേയർ പറയുകയായിരുന്നു ഇത് ഇനിയിപ്പോൾ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടെ പഴക്കമുള്ള കെട്ടിടമാണ്, അവിടെ നിന്ന് വ്യാപാരികളോടൊന്ന് ഒഴിയാൻ പറഞ്ഞതായിട്ട് ഒരു വിവരമില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനം പരുക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ ആരോഗ്യനില, അത് എത്രത്തോളം ഗുരുതരമാണ്? ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? പറയും. സ്മിത, 3 മരണമാണ് ഈ ഒരു അപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന അതീവ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഏകദേശം ഈ അപകടം നടക്കുന്ന സമയത്ത് 7ഓളം തൊഴിലാളികൾ ഈ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 5 പേരാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ 5 പേരെ ഉടനെ തന്നെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം തൊട്ടടുത്തുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തി തൊട്ടടുത്ത സമീപത്തുണ്ടായിരുന്ന കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും 3 പേർ മരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. 3 പേരുടെ മരണം ഇപ്പോൾ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതീവ ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അഷറഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് 3 പേർ മരിച്ചത്. ഇതിൽ അഷറഫ്, ജബ്ബാർ ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. ജബ്ബാർ അല്പസമയം മുമ്പാണ് ജബ്ബാറിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 2 തൊഴിലാളികളിൽ അതിൽ വിനോദ് എന്ന വ്യക്തിക്ക് അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരാൾ ഈ ആശുപത്രിയിൽ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ആ തൊഴിലാളിയുടെ പരിക്ക് ഗുരുതരമല്ല എന്ന നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. തൊഴിലാളി അല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബന്ധുക്കൾ ഇവിടെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർ ആ വേർപാടിൻ്റെ വേദനയിൽ നമുക്കത് എത്രത്തോളം എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മറ്റുള്ളവർ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഒരു അപകടം വളരെ പെട്ടെന്നായിരുന്നു. മാത്രമല്ല വലിയങ്ങാടിയിലെ ഒരു കെട്ടിടം, അവിടെ ഒട്ടനവധി കെട്ടിടങ്ങൾ ഇത്തരത്തിലുണ്ട്. വളരെയധികം ചരിത്ര പശ്ചാത്തലമൊക്കെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് വലിയങ്ങാടി എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ജീർണിച്ച ഒട്ടനവധി കെട്ടിടങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ മഴ ആ ഭാഗത്ത് ഒക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇത് കെട്ടിടം
മഴ പെയ്തത് മൂലമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള സംശയമെല്ലാം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ പോലും തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കാലങ്ങളായിട്ട് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടമാണത്. അത് ആദ്യം തന്നെ ദ്രവിച്ച നിലയിൽ തന്നെയാണ്, ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു കെട്ടിടം അവിടെ പ്രവർത്തിക്കുമ്പോൾ, ഇത്രയധികം തൊഴിലാളികൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ സംഭവത്തിൽ ഉയരുന്നുണ്ട്. ഇവനും ഇതിൻ്റെ അമ്മയുടെ മോനാണ്. ഇവർ രണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവർ. കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. കുറെ വർഷങ്ങളുള്ള കെട്ടിടമാണ്. ജബ്ബാർ കുറെ വർഷമായി അവിടെ ജോലി ചെയ്യും. കുറെ വർഷമായി. എത്ര വർഷമായി ഉണ്ടാവും? വീട്ടില് വൈഫ് 3 പെൺകുട്ടികളാണ്. പിയാപ്പിളമാരുണ്ട്. കുട്ടികൾ കല്യാണം കഴിച്ചാണ്. കുട്ടികൾ ഹൗസ് വൈഫാണ്. എല്ലാം പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞ കുട്ടികളാണ്. അവിടെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. രണ്ടാള് പുറത്താപ്പുള്ളത്. വീട്ടിൽ അറിയിച്ചില്ല, പറഞ്ഞില്ല. പറയാനുള്ള ചുറ്റുപാട് നോക്കുക. പിയാപ്പിളല്ല കൽപ്പറ്റാ ഉള്ളത്. വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ. കോഴിക്കോട് കാരപ്പറമ്പ്. കിനാശ്ശേരിയിൽ പോയിട്ട് കുറേ ആയി. ഇപ്പൊ കുറച്ച് സമയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ പറഞ്ഞോ. അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, സത്താർ എന്ന് പറഞ്ഞിട്ട് വെള്ളിയങ്കാടിൽ. അവൻ പറഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് മേയർ ഒ സദാശിവൻ ഇവിടെ മരിച്ച ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. അതീവ ദാരുണമായ ഒരു സംഭവം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു വിഷയം അറിഞ്ഞ് ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബന്ധുക്കളുടെ വിവരമറിഞ്ഞ് ഓരോരുത്തരായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് 3 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ വിവരമറിഞ്ഞ് ഓരോരുത്തരുടെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. മേയർ എത്തിയിട്ടുണ്ട് ഇവിടേക്ക്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റൊരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തിൽ അതീവ ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നു എന്നുള്ളത് തന്നെയാണ്. ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന മറ്റു തൊഴിലാളികൾ ഉണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ മേയറോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. മേയറെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സ്ഥലത്തെത്തി ഈ കോഴിക്കോട് മേയർ അവിടെ ആശുപത്രിയിലെത്തി മരിച്ചവരുടെ, പരുക്കേറ്റവരുടെ ബന്ധുക്കളെയെല്ലാം കാണുന്നുണ്ട്. പരുക്കേറ്റവരെ കാണുന്നു. അവരുടെ ആരോഗ്യ കാര്യങ്ങൾ തിരക്കുന്നു. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഈ ഗുരുതരമായ ദാരുണമായ സംഭവം ഉണ്ടായത്. കയറ്റിറക്ക് തൊഴിലാളികളാണ്. അവരവിടെ വിശ്രമിക്കാൻ മുൻവശത്തുള്ള സ്ലാബിൽ ഇരിക്കുന്ന സമയത്താണ് കെട്ടിടം തകർന്നു വീഴുന്നതും ആ സ്ലാബ് തൊഴിലാളികളുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടവരുടെയൊക്കെ പ്രതികരണം നമ്മൾ കേൾക്കുന്നുണ്ട്. വല്ലാത്ത ഞെട്ടലിലാണ് അവരിപ്പോഴും. 2 തൊഴിലാളികൾ പരുക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കീഴിലുള്ള കെട്ടിടത്തിൽ സ്ലാബ് ഇടിഞ്ഞു വീണ്, കെട്ടിടം തകർന്ന് സ്ലാബ് വീണ് 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിഖിൽ പ്രമേഷും ദിലിഷ തിലകനുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.